സത്യൻ സാറും അവരും ഇവരൊക്കെ. അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോഴും അവര് പറയുന്നുണ്ട് മെഗാ സീരിയലൊന്നും പോയി ജോയിൻ ചെയ്യണ്ട, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിലൊക്കെ വന്നു പിന്നെ ഒരു വിളിക്കാതാകും എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കാര്യം ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെയൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓപ്ഷൻസ് കുറവായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് സൗമ്യനെ വിളിച്ചില്ലെങ്കിൽ അഞ്ജനനെ വിളിക്കാം, അഞ്ജനെ വിളിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ സൗമ്യനെ വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ അതല്ലേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരാള് ആദ്യമൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറയും, ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേയ്മെന്റ് ചോദിക്കുമ്പോൾ അയാളെ പാടെ കട്ട് ചെയ്തിട്ട് അടുത്ത ആൾ. ഓപ്ഷൻസ് ഇപ്പൊ കൂടുതലല്ലേ. ഇപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം റീൽസ് ചെയ്യുന്നവരാണല്ലോ അത്രയും സമയം അവർ അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തായാലും അവർക്ക് കൊടുക്കണ്ടേ. ശരിയാണ്. എന്നുവെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മാത്രമേ ഇവര് ബാർഗെയിൻ ചെയ്യുള്ളൂ. എല്ലാരും ആവശ്യക്കാരല്ലേ, എല്ലാരും എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടല്ലേ വരുന്നത്. പിന്നെ ചിലർക്ക് ഫേമസ് ആയാൽ മാത്രം മതി എന്നായിരിക്കും ആഗ്രഹം, ചിലർക്ക് സാമ്പത്തികമായിരിക്കും. അപ്പൊ അത് കൊടുക്കേണ്ട തന്നെയാണ്. പറയുന്നില്ല, പക്ഷെ ഒരു പ്രശസ്ത ഡയറക്ടർ ആരാണെന്ന് ചേച്ചി പറയണോ കേട്ടോ. ഒരു പ്രശസ്ത ഡയറക്ടർ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ സിറ്റ്കോംസ്, കോമഡി സ്കിറ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ആരായിരിക്കും? ജിത്തു സാർ ഒത്തിരി. ഇതിപ്പോ നമ്മള് ദൃശ്യത്തില് ചേച്ചി ഉണ്ട് അല്ലെ, അപ്പൊ ദൃശ്യത്തിലും ജിത്തു സാറിന്റെ ഏത് മൂവി വന്നാലും അതില് ഇങ്ങനെ ഈ കോമഡി റോൾ ഇഷ്ടം പോലെ പേർക്ക് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ചേച്ചിയുടെ ആദ്യത്തെ മൂവി ജിത്തു സാറായിട്ടുള്ളത് ദൃശ്യമല്ല, പറഞ്ഞിട്ട് അതുമുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെട്ടത് ദൃശ്യമാണ്. അപ്പൊ ഈ ദൃശ്യത്തിലും എല്ലാ പാർട്സും എടുത്ത് നോക്കിയാലും, പാർട്ട് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, എല്ലാത്തിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ചേച്ചി എപ്പോഴെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ചേച്ചിനെ വിളിക്കും ഈ കോമഡിയൊക്കെ ജിത്തു സാർ കാണും എന്ന് ചിന്തിച്ചിട്ടില്ല? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ നുണക്കുഴിയില് അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോ അത് എനിക്ക് നൈറ്റ് ആയിരുന്നു ഷൂട്ട്. ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളു. അപ്പൊ ഇങ്ങനെ ജിത്തു സാറിന്റെ മോള് പറഞ്ഞു, ഓ അച്ഛൻ എപ്പോഴും ഇത് തന്നെയാണ് ചേച്ചി കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെയൊക്കെ കണ്ട് 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 മതി, കണ്ടത് തന്നെ വീണ്ടും 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 കാണുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ചോദിച്ചു സാറിങ്ങനെ കോമഡി ഒക്കെ കാണും. അപ്പൊ പക്ഷെ ചില ഇന്റർവ്യൂലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ദൃശ്യം 1 സുമേഷിനെയും നമ്മുടെ അജിത് ഏട്ടനെയൊക്കെ അങ്ങനെ കോമഡി കണ്ടിട്ടാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ട് ഞാനിങ്ങനെ ഒരു കോമഡി ഷോയ്ക്ക് ഇങ്ങനെ വെളുപ്പിനായിട്ട് കുറെ രാത്രിയായി ഷൂട്ട് കഴിഞ്ഞപ്പോ. അപ്പൊ ഞാനിങ്ങനെ നേരത്തെ ഒരുങ്ങിയിരിക്കുക, പക്ഷെ ഷൂട്ട് ലേറ്റ് ആയി. അപ്പൊ അന്ന് ഗസ്റ്റ് ആയിട്ട് ജിത്തു സാറാ വന്നിരിക്കുന്നത് ഫ്ലവേഴ്സിൽ. അപ്പൊ ജിത്തു സാറ്, കൃഷ്ണപ്രഭ, ഏതോ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനായിട്ട് അവരാ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ അവിടെ ഫ്രണ്ടിൽ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഓ എന്നെയൊക്കെ നമ്മളെയൊക്കെ വിളിക്കുമായിരിക്കും അല്ലേ, നമ്മളെയൊക്കെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ വിളിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നുണക്കുഴിയില് എന്റെ സീൻ അഭിനയിച്ചു കഴിഞ്ഞപ്പോ സാർ എന്നോട് പറഞ്ഞു, ഓ നിങ്ങളൊക്കെ വന്നാൽ എനിക്കൊക്കെ എന്ത് സുഖാണ്, പെട്ടെന്ന് അങ്ങനെ അഭിനയിച്ച് പോകും. അങ്ങനെ അന്നേ ഒരു കോംപ്ലിമെന്റ് സാർ എനിക്ക് തന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത സിനിമയ്ക്ക് എന്നെ വിളിച്ച്. അപ്പൊ പക്ഷെ എനിക്കത് ഇങ്ങനെ കുറെ ഡേറ്റുകൾ ഇങ്ങനെ മാറി 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 വന്നതുകൊണ്ട് എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എന്നെ സാർ വിളിക്കുകയില്ല, കാരണം അത്രയും എനിക്ക് ഡേറ്റ് മാറി മാറി വന്നതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമായത്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഓർത്തോ ഇനി എന്തായാലും സാറിന്റെ ഒരു പടത്തിൽ എന്നെ വിളിക്കില്ലായിരിക്കും. അപ്പൊ പിന്നെ പെട്ടെന്ന് ദൃശ്യത്തിൽ വിളിച്ചപ്പം അപ്പൊ എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെങ്കിലും അതും എനിക്ക് ഡേറ്റ് പിന്നെയും എനിക്ക് ലാൽ സാറിന് അവാർഡിന്റെ ആ ഒരു സമയത്തൊക്കെ കുറെ ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷെ എന്നാലും ഇതിനെന്തായാലും അതെ എവിടെ പാസിംഗ് ആണെങ്കിൽ പോലും പോകുമെന്ന് വെച്ചാൽ ദൃശ്യം പോലത്തെ ഒരു പടമല്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും മിസ്സാക്കത്തില്ല. ജിത്തു സാർ വിളിക്കുന്നത് അത് കോർഡിനേറ്റർ ആണ് വിളിച്ചത്. പക്ഷെ ഇങ്ങനെ ജിത്തു സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിലൊന്നും അല്ല ശരിക്കും പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും എക്സൈറ്റ്മെന്റ് ആയത്. അവിടെ വളരെ കൂളായിട്ട് തന്നെയാണ് ചെന്നത്. ചെന്ന് ഇങ്ങനെ ക്യാരവാനിലൊക്കെ ഇരുന്ന് ഇപ്പൊ ആര് ചെന്നാലും ഇപ്പൊ എല്ലാരും പറയും ക്യാരവാനിലൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഇരുത്തുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പക്ഷെ നമുക്ക്
നമുക്ക് നേരത്തെ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും തരത്തില്ലല്ലോ. അപ്പൊ വായിച്ചു നോക്കിയിട്ട് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഒരു സീനേ ഉള്ളു, ഒരു ഡയലോഗ് പോലും ഇല്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ആ വെപ്രാളത്തിലൊക്കെയാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ വായിച്ചു. അപ്പൊ ഒന്നും കൂടെ വായിച്ചപ്പോ ഞാനൊന്ന് ഞെട്ടി. എനിക്ക് മാത്രമേ ഉള്ളു ഡയലോഗ്. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ദൈവമേ എനിക്കല്ലേ ഉള്ളു, ജോർജ് ഊട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ പെട്ടെന്നൊരു കൺഫ്യൂഷനായി, ദൈവമേ എനിക്കല്ലേ ഉള്ളു ഡയലോഗ്. അപ്പൊ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ പ്രോംപ്റ്റ് ചെയ്ത് തന്നാൽ എനിക്ക് ഇത്തിരി പാടാണ്. എനിക്കൊന്ന് പഠിക്കണം, പഠിച്ചു പറയണം. അപ്പൊ അതിനുള്ള സമയവും ഇല്ല, പെട്ടെന്നായി. അപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ല, ഒരു നൈറ്റി ഒക്കെ ഇട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ജിത്തു സാർ ചോദിച്ചു, ഹൃദയപൂർവ്വത്തിൽ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സൗമ്യനെ കണ്ടപ്പോഴെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. വായിച്ചാ? ഞാൻ വായിച്ചു സാറേ എന്ന് പറഞ്ഞു. കഥ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് കഥ അറിയത്തില്ല പറഞ്ഞു. ഇത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇത് വായിച്ചപ്പോ എന്തൊക്കെയോ ആ ഐഡിയ വെച്ച് അങ്ങ് അഭിനയിച്ചാൽ മതി. കഥയൊന്നും അറിയില്ല, കഥയൊന്നും നമ്മളിപ്പോ പറയില്ലല്ലോ. പിന്നെ ആ സീൻ വായിച്ചിട്ട് സൗമ്യക്ക് എന്ത് മനസ്സിലായി അത് വെച്ചിട്ട് അങ്ങനെ അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ അങ്ങ് അഭിനയിച്ചതാണ്. പിന്നെ കുറച്ച് വരുന്നു നമ്മുടെ ലാലേട്ടൻ. പിന്നെ അത് ഒന്നിച്ച് ഞങ്ങൾ ഹൃദയപൂർവ്വത്തിൽ ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ കോളിൽ മാത്രം ഞാൻ വരുന്ന ആളല്ലേ. അപ്പൊ അന്ന് വീഡിയോ കോളിൽ മാത്രം ഇങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ സംസാരിക്കുന്ന 3 സീനുകൾ. പരിഭവം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ലാലേട്ടനെ കാണാൻ പറ്റിയില്ല, അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞു ഇത് അലിയൻസ് കാണാറുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കാണാറുണ്ട്, ഞങ്ങളെല്ലാം. പിന്നെ റിയാസിക്ക, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള റിയാസിക്കയും ഇതില് ദൃശ്യത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ റിയാസിക്കയോടും പറഞ്ഞു ഇങ്ങനെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു എപ്പിസോഡ് കണ്ടാൽ മതിയല്ലോ അവരൊക്കെ. ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ജിത്തു സാർ ഒരു കോംപ്ലിമെന്റ് തന്നു എന്ന് പറഞ്ഞു, അതായത് നിങ്ങളെയൊക്കെ എടുത്താൽ പെട്ടെന്ന് ചെയ്തു പോവാന്നുള്ളത്. അതില് നിങ്ങൾ ഈ കോമഡി സ്കിറ്റ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ടൈമിംഗ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ എന്തായാലും ലൈവായിട്ട് പെർഫോം ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യുന്നതല്ല. നിങ്ങളെ ടൈമിങ് തെറ്റിയാൽ അത് ആ സ്കിറ്റ് മൊത്തം കൊളാവും, പ്രേക്ഷകരും അത് ലൈവായിട്ട് കാണുന്നതല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ആണല്ലേ. ഒരു സിനിമ ചില സമയത്ത് ഇപ്പൊ ഞാനൊക്കെ കോമഡി മാസ്റ്റേഴ്സ് ഒക്കെ അമൃത TV ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോ പെട്ടെന്നൊക്കെ കേറിയിട്ടുണ്ട് ഞങ്ങള്. പെട്ടെന്ന് ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു വന്നിട്ടൊക്കെ ഞങ്ങള് കേറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പേഴ്സണലി എന്നെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്റെ ഈ രൂപവും മുഖമൊന്നും വെച്ചിട്ട് ഞാൻ കോമഡി പറഞ്ഞാലൊന്നും ആളുകൾ പക്ഷെ എനിക്ക് ഇപ്പൊ ഉല്ലാസേട്ടന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഉള്ള ഇപ്പൊ രാജേഷ് ചേട്ടൻ അങ്ങനെയുള്ള നമ്മുടെ ഭാഷണ സാഹിച്ചേട്ടൻ അവരുടെ കൂടെയൊക്കെ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് എന്തായാലും കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യ വേണം. അപ്പൊ ഈ ഭാര്യ എന്നുള്ള രീതിക്ക് നമുക്ക് നമ്മൾ എന്ത് പറയുന്നു അതിനായിരിക്കും അവര് കോമഡി പറയുന്നത്. അങ്ങനെ നല്ലതായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര അതൊക്കെ എനിക്ക് തോന്നുന്നത് ഞങ്ങള് ഈ നമ്മുടെ പ്രസാദിന്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ടായിരിക്കും നമുക്ക് അത്രയും എക്സ്പീരിയൻസ് കിട്ടുന്നത്. പിന്നെ വർഷങ്ങളായില്ലേ ഇത് തന്നെ അപ്പൊ അതിന്റെ സിനിമയില് വരുമ്പോ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ വെച്ചിട്ട് കുറച്ചും കൂടെ ടൈമിംഗ് എന്നുവെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സിനിമയിലേക്ക് വരുമ്പോ ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, സ്കിറ്റ് കുറേ ചെയ്ത് ഇപ്പൊ എന്താ സ്കിറ്റില് ഇപ്പൊ കൊറേ നമ്മൾ സ്കിറ്റ് എന്ന് വെച്ചാൽ സ്റ്റേജ് അല്ലേ. അപ്പൊ കുറേം കൂടെ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ കുറച്ചും കൂടെ വാരി വിതറണം. എന്നാ മാത്രമല്ല സ്റ്റേജ് ആയതുകൊണ്ട്. ഇപ്പൊ നമ്മള് അളിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു 1/4% പോലും വേണ്ട. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ സമയത്തൊക്കെ ഭയങ്കര ഓവറായിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ നാളെ അളിയൻസ് തുടങ്ങുമെങ്കിൽ തലേ ദിവസം ചിലപ്പോ കോമഡിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ചിലപ്പോ നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്, ഇപ്പൊ ഞാൻ അകത്തേക്ക് വന്നിട്ട് ആ ചേച്ചിന്ന് വിളിക്കുന്ന സീനാണെങ്കിൽ ആ ചേച്ചി എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡയറക്ടർ പറയും ഇന്നലെ എവിടെയായിരുന്നു ഷൂട്ട് എന്ന് ചോദിക്കും. അപ്പൊ കട്ട് പറഞ്ഞിട്ട് പറയാം. അപ്പൊ ഞാൻ പറയും ഇന്നലെ അവിടെ ആയിരുന്നു കോമഡി, അത് ആ പടിക്ക് പുറത്തിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയും. അത്രയും നമ്മളിങ്ങനെ പിടിച്ച് അത്രയും അങ്ങനെ ചെയ്താൽ മതി. പിന്നെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ചും
കോമഡി ചെയ്യുമ്പോഴാണെങ്കിലും ഓവറായിട്ട് ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യുമ്പോഴും വലിയ പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഓവറായിട്ട് എനിക്ക് ചെയ്യാൻ എനിക്ക് അറിയാത്തോണ്ടാട്ടാ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു ദൃശ്യത്തില് റിയാസ്ക, നമ്മുടെ ക്ലീറ്റോ ചേട്ടൻ, അങ്ങനെ പറയാതിരിക്കുന്നാല് ക്ലീറ്റോ ചേട്ടനും ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങള് ഈ ദൃശ്യത്തിന്റെ നിങ്ങക്ക് ഒരുമിച്ചൊരു സീനില്ല, ഇല്ല. അപ്പൊ അതില് പക്ഷെ എന്നാലും നിങ്ങൾ തിരിച്ച് ഈ ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അലിയൻസിന്റെ ലൊക്കേഷനിൽ പോകുമ്പോ നിങ്ങൾ മറ്റേ ബാക്കിയുള്ളവരോടൊക്കെ ഇരുന്ന് തള്ളാറുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഞങ്ങള് ലാലേട്ടന്റെ കൂടെ അങ്ങനെ ചെയ്ത് ദൃശ്യത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സെറ്റിൽ പോയിട്ട്? നമ്മള് ദൃശ്യത്തിന്റെ എന്നല്ല, നമ്മള് കഴിഞ്ഞിറങ്ങുമ്പോ തന്നെ നമ്മൾ അവരൊക്കെ വിളിക്കും. അങ്ങനെ ഞങ്ങളൊരു ബോണ്ടിങ് ഉണ്ട് എല്ലാരും തമ്മില്. ഇപ്പൊ നമ്മൾ അലിയൻസിലെ രാജേഷ് സാറുമായിട്ട്, മഞ്ജുചേച്ചിയായിട്ട്, റിയാസിക, അനീഷേട്ടനായിട്ടൊക്കെ അവരൊക്കെ ഇപ്പൊ നമ്മള് സാധാരണ ഒരു സീരിയൽ സ്ഥലത്തെ പോലെ ഇപ്പൊ ഒരാൾക്കൊരു വർക്ക് കിട്ടി കഴിയുമ്പോ ആൾക്കൊരു വർക്ക് കിട്ടിയോ എനിക്കില്ല, അങ്ങനെ ചിന്തിക്കുന്നവരല്ല നമ്മളുടെ കൂടെ ഉള്ളവര്. നമ്മളുടെ കൂടെ ഉള്ള ഇപ്പൊ മഞ്ജു ചേച്ചിക്ക് ഒരു വർക്ക് കിട്ടിയോ, ചേച്ചിക്ക് ഒരു 10 ദിവസത്തെ വർക്ക്, അങ്ങനെ നമ്മൾ സന്തോഷിക്കുകയും അങ്ങനെ അതാണ് ആ ഒരു സീരിയലിന്റെ ഒരു ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ. എല്ലാവരും തമ്മിൽ അത്രയും ഒരു ആത്മബന്ധമുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ഹൃദയപൂർവ്വത്തിൽ അഭിനയിക്കാൻ പോയപ്പോ എന്നെ സത്യൻ സാറ് അലിയൻസ് കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ സത്യൻ സാർ എന്റെ പേര് പോലും അല്ല വിളിച്ചത്, എന്നെ കണ്ട ഉടനെ ലില്ലി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിളിച്ചത് മഞ്ജുചേച്ചിനെയും രാജ് സാറിനെയുമാണ് വിളിച്ചത്. ഞാൻ വിളിച്ചിട്ട് ഞാൻ രാജ് സാറിനെ പറഞ്ഞു, രാജ് സാറെ നമ്മളൊക്കെ ഒരു സ്വർഗത്തിലാണ് കേട്ടോ, അലിയൻസ് എന്ന് പറഞ്ഞൊരു സ്വർഗത്തിലാണ് നമ്മൾ. കാരണം അലിയൻസ് കൊണ്ടാണ് എനിക്ക് ആ ഒരു സെറ്റിൽ അത്രയും ഒരു സ്നേഹവും സന്തോഷവും. എന്നിട്ട് സത്യൻ സാർ എല്ലാ വിശേഷങ്ങളും ചോദിക്കും എന്നോട്, എങ്ങനെയാണ് നിങ്ങൾ സ്ക്രിപ്റ്റ്, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാ അഭിനയിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതെല്ലാം അലിയൻസ് കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ ദൃശ്യത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണേലും അവിടെ തൊട്ട് തൊടുപുഴ തൊട്ട് ആലപ്പുഴ വരെ എല്ലാരോടും വിളിച്ച് ഇങ്ങനെ വിശേഷം പറയുകയാണ്. റിയാസിക്ക ആണെങ്കിലും പിറ്റേ ദിവസം പോയപ്പോഴത്തേക്ക് അവള് നന്നായി ചെയ്തെന്ന് പറഞ്ഞെന്ന് എല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞ് അവിടെ വന്ന് സെറ്റിൽ വന്ന് പറയും. അപ്പൊ അത് സെറ്റിൽ വന്ന് തള്ളാനൊന്നും നിൽക്കില്ല, പറയും. നിങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നോ ക്ലീറ്റോ ചേട്ടനായിട്ട്? നിങ്ങൾ സംസാരിച്ചു? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ദൃശ്യം കണ്ടിട്ട് ഞാൻ ആദ്യം വിളിച്ചത് റിയാസിക്കനാണ്. കാരണം എനിക്ക് റിയാസിക്കനെ കണ്ടപ്പോ എനിക്ക് ഒരിടത്തും കാണാത്തൊരു റിയാസിക്കനെയാണ് എനിക്ക് അതിൽ കണ്ടത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ റിയാസിക്കയുടെ ഒരു നോട്ടം പോലും ഒരു പ്രത്യേകത വെച്ചാൽ അലിയൻസിലെ റിയാസിക്കനെ കണ്ടുകൊണ്ട് മറിമായത്തിൽ പല ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഒരു റിയാസിക്കനെ കണ്ടുകൊണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളെ കാണാൻ പറ്റി. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ ആങ്ങളെയാണ് റിയാസിക്ക. എന്റെ സീരിയലിൽ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് എന്റെ ക്ലീറ്റോ ചേട്ടനാണ്. അപ്പൊ എന്റെ ക്ലീറ്റോ ചേട്ടൻ അങ്ങനെ കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മഞ്ജു ചേച്ചി തന്ന ഒരു ഏറ്റവും നല്ല അഡ്വൈസ് എന്താ ചേച്ചിക്ക്? അങ്ങനെയല്ല, ഞാൻ വന്ന സമയത്തൊക്കെ ഓരോ സീൻ അഭിനയിക്കുന്ന സമയത്തും ഞാൻ ചേച്ചിയുടെ അടുത്ത് ചെല്ലുമായിരുന്നു. ചേച്ചി അവിടെ എന്തോ പറയും ചേച്ചി, ഞാൻ എന്ന് വെച്ചാൽ ഞാൻ 300ാമത്തെ 300 എത്ര കണ്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയം വരെ എനിക്ക് മുന്നേ സ്നേഹയായിരുന്നു ചെയ്തോണ്ട്. അപ്പൊ അവരൊരു 100 എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ മഞ്ജുചേച്ചിയൊക്കെ മാത്രമായിട്ട്, അപ്പൊ അവര് ഭയങ്കര ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്കിത് എക്സ്പീരിയൻസും ഇല്ല, ഞങ്ങള് സ്കിറ്റ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ ചില ആദ്യത്തെ എപ്പിസോഡൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ചിലപ്പോ മിണ്ടാതൊക്കെ നിൽക്കുന്ന കുറെ എപ്പിസോഡുകൾ ഉണ്ടാവും. അപ്പൊ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചേച്ചി എനിക്ക് മെയിൻ ആയിട്ട് തന്നൊരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അനീഷേന്റെ പേരാണ്. അപ്പൊ ഞാൻ എപ്പോഴും അനീഷേന്റെ ഇങ്ങനെ നിഴലിൽ ഇങ്ങനെ ഏട്ടാ എന്താട്ടാ ഇങ്ങനെ നിക്കുവായിരുന്നു. അപ്പൊ ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ അല്ല നിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങള് ഹസ്ബൻഡും വൈഫും ആണ്, കാമുകന്മാരല്ലല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വർത്തമാനം പറയില്ലേ. എന്താട്ടാ ഇപ്പൊ നമ്മൾ ചില സമയത്ത് ദേഷ്യപ്പെടും ഹസ്ബൻഡിനോട്, അങ്ങനെയൊക്കെ നീ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആ നിഴലിലേക്കായി പോകും എന്ന് പറഞ്ഞു. അതിനുശേഷം ഭയങ്കര നല്ല അഡ്വൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ നന്നായി ഇങ്ങനെ പെർഫോം അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ. അപ്പൊ അവിടുത്തെ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ നാച്ചുറലി പറയുന്നതാണോ? അല്ലടാ, സ്ക്രിപ്റ്റ് ഉണ്ട് നമുക്ക്, പക്ഷെ നമ്മളുടേതായിട്ടുള്ള രീതിക്ക് ഇൻപുട്സും നമ്മളേതായ എന്താ പറയാ ഈ പറഞ്ഞ പോലെ പൊടിക്കൈകളൊക്കെ നിങ്ങൾ ഇടാറുണ്ട്. ഇപ്പൊ മഞ്ജു ചേച്ചിയെ നമുക്ക് മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ആളെ നമ്മൾ മലയാളികൾക്ക്
ഒത്തിരി വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു ഫേസ് ആണ് ഫാമിലി. ഇപ്പൊ ചേച്ചീനെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു സ്വന്തം ചേച്ചി ഇപ്പൊ ബിഗ് ബോസിലൊക്കെ പോയ സമയത്തും നമുക്ക് അങ്ങനെ ഒരു എന്തൊരു സെലിബ്രിറ്റി എന്നുള്ള ഒരു ഗ്യാപ്പ് ഒന്നുമില്ല. എവിടെ കണ്ടാലും ചെന്ന് മിണ്ടാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാ. പക്ഷെ ചേച്ചിയുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളികൾക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാം. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമ്മളെല്ലാം ചേച്ചിയുടെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ചേച്ചി ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്നത്. ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും. അപ്പൊ ഈ സൈബർ ഇപ്പൊ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും വരുമ്പോ ഭയങ്കര ചേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആദ്യമൊന്നും ഞാൻ ഇത്ര ബോൾഡ് അല്ലായിരുന്നു, ഞാൻ ഭയങ്കര വിഷമിക്കുമായിരുന്നു ഇതൊക്കെ കണ്ട്. ഈ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരാളെ ഭയങ്കരമായിട്ട് തകർക്കൂലോ. അപ്പൊ ചേച്ചി അത് കണ്ട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ചേച്ചി ബോൾഡായി വന്നത് കുറച്ചും കൂടെ. അപ്പൊ ചേച്ചീനെ സംബന്ധിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടാവുന്ന സമയത്ത് ചേച്ചി ബോൾഡ് ആയിട്ടാണോ, അത് മഞ്ജു ചേച്ചീനെ പോലെ തന്നെ സ്ക്രാച്ച് ചെയ്ത് വന്ന് ഇപ്പോഴും ഈ പാവം ആണോ? എനിക്ക് പൊതുവെ അങ്ങനെയുള്ള കുറവാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കൊറേ എന്താണ് നമ്മൾ പോലും കേട്ട സിനിമാ നടികർ, എന്താണ് പൂവാലൻ, അങ്ങനെയുള്ള കൊറേ എന്താണ് എന്താ അങ്ങനെയുള്ള ഫേസ്ബുക്കിൽ കുറെ അങ്ങനെ വരുന്നുണ്ട്. അതില് നമ്മളുടെ ഒന്നുമല്ല, നമ്മളുടെ അളിയൻസിൽ തന്നെ നമ്മളുടെ ഫോട്ടോ എടുക്കുക. അളിയൻസിൽ നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇവര് ഫോട്ടോ പോസ്റ്റ് ചെയ്യും, ലില്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മനുഷ്യച്ചിടേയും വരുന്നുണ്ട്. അതിപ്പോ കുറെ അടുത്തായിട്ട് എന്റെ കുറെ വരുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അതിന്റെ താഴെയൊക്കെ കുറെ മിക്കതും നല്ല കമന്റ്സ് ആണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടി നന്നായിട്ട് അഭിനയിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അതിന്റെ ഇടയ്ക്കും ഉണ്ട് നെഗറ്റീവ് പറയുന്ന കമന്റ്സുകൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഫോട്ടോസൊക്കെ, ചില ഫോട്ടോസൊക്കെ ഭയങ്കര നല്ല ഫോട്ടോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും അഭിനയിക്കുന്നത്, ചിലപ്പോ നമ്മള് കൈ ഇങ്ങനെ പിടിക്കും, നമ്മളിങ്ങനെ പിടിക്കും, ഇങ്ങനെ തിരിഞ്ഞിരിക്കും, ഇങ്ങനെ. ഇതൊക്കെയാണ് ഇവര് ഫോട്ടോസ് ആയിട്ട് ഇടുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്, സൂം, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സൂം ചെയ്ത് അങ്ങനെയൊക്കെ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പാരന്റ്സ് ഒക്കെ വിളിച്ച് ചിലപ്പോൾ മെസ്സേജ് ഇട്ട് ചോദിക്കും, അയ്യോ സൗമ്യ ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ വരുന്നല്ലോ. ഒന്നുമില്ല, നമ്മൾ കറക്റ്റ് ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന. അപ്പൊ ഞാൻ പറയും, എന്ത് ചെയ്യാനാ ചേച്ചി, അത് വീഡിയോയിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മളുടെ അളിയൻസിന്റെ വീഡിയോ വീട്ടിലെ പോലെ ഡ്രസ്സൊക്കെ ചെയ്താൽ നമ്മള് ചുരിദാറൊക്കെ ഇട്ട് നമ്മള് ചിലപ്പോ നമ്മള് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഫോട്ടോസ് വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയാം, അവരതുകൊണ്ടായിരിക്കും ജീവിക്കുന്നവര് ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. എവിടെ പോയി നമ്മൾ പ്രതികരിക്കും? എന്നാലും ചേച്ചിക്ക് ഉള്ളിൽ ഒരു വിഷമം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചേച്ചിനെ മെന്റലി എഫക്ട് ചെയ്യാറുണ്ടോ? ചില ഫോട്ടോസ് ഒക്കെ കാണുമ്പോ എന്താ ഇവർ ഇങ്ങനെ ഇടുന്നേന്ന് തോന്നും. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ നമുക്ക് തോന്നും, അയ്യോ എന്താ എന്നെ വെച്ച് എന്റെ ഫോട്ടോ ഇങ്ങനെ ഇതിന് മാത്രം വന്നോണ്ടിരിക്കുന്നേന്ന് തോന്നും. പിന്നെ തോന്നും, ചിലപ്പോ നമ്മള് ചിലപ്പോ ഫേമസ് ആയതുകൊണ്ടായിരിക്കും. അതെ, നമ്മളെ ഫോട്ടോ എടുക്കുന്നതിന് ഒരു കാരണം വേണമല്ലോ. അങ്ങനെ കുറച്ച് മനസ്സിന് സമാധാനം. ഞാനൊരു സെലിബ്രിറ്റി ആയതൊക്കെ അങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എന്നാ സിനിമ നടിക, അതിൽ ഞാൻ മാത്രം ഉള്ളത്. പിന്നെ അങ്ങനെ അപ്പൊ പിന്നെ അവർക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഓവറായിട്ടുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ. പക്ഷെ ഇതുവരെ അങ്ങനെയുള്ള രീതിക്ക് എന്റെ ഫോട്ടോസ് ഇതുവരെ കുറച്ച് ഇതെല്ലാം കുറച്ചൊന്നും അങ്ങനെ ഞാൻ അത്ര ബോൾഡൊന്നും അല്ല. എനിക്ക് പെട്ടെന്ന് സങ്കടമൊക്കെ വരുന്ന ആളാണ്. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കും, എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സെറ്റില്, മമ്മൂക്കാടെ ഒരു ഫിലിമിന്റെ ഒരു സെറ്റില് ചേച്ചിനോട് എന്താ ക്യാരക്ടർ എന്താന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡ്രസ്സും കാര്യങ്ങളും കൊടുത്ത്, പക്ഷെ നിവൃത്തികേടും കൊണ്ട് ചേച്ചിക്ക് അത് ചെയ്യേണ്ട വന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരിക്കും ഒരു നമുക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന. അതെന്താന്നറിയോ, തുടക്ക കാലത്തൊന്നും നമ്മള് ചോദിക്കില്ലല്ലോ നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമ്മുടെ കോസ്റ്റ്യൂം എന്താണെന്നൊന്നും നമ്മൾ ചോദിക്കാനുള്ള അത്രയും നമ്മളായിട്ടില്ലല്ലോ. നമ്മൾ വന്ന സമയമല്ലേ അതൊക്കെ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചോദിക്കും, ചേട്ടാ എന്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ എന്റെ കോസ്റ്റ്യൂം എന്താണ്, നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ സമയത്തൊന്നും നമ്മളിപ്പോ ചിലപ്പോ നമ്മളുടെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ പറയും, കുറച്ച് പൈസ അഡ്വാൻസ് ഇട്ടേക്കണം എന്ന് പറയും. അപ്പൊ അവർ അഡ്വാൻസും തന്നിട്ടുണ്ടാവും. ചിലപ്പോ നമുക്കത് തിരിച്ചു കൊടുക്കാൻ ആ സമയത്ത് പറ്റുന്നുണ്ടാവില്ല. നമ്മൾ അതിന് വില്ലിങ് ആയി പോകും. ചേച്ചിക്ക് അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയുള്ള
അങ്ങനെയുള്ള എനിക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് ഒന്നും ക്യാരക്ടേഴ്സ് ഒന്നും ഇതുവരെ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മള് ഫീൽഡ് ആയതുകൊണ്ട് ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയുള്ള രീതിക്കൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സാധാരണ സെലിബ്രിറ്റീസിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മള് വിചാരിക്കും നമുക്കൊരു ടെൻഷൻ അല്ലേ, ഇനി അവര് ചിലപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലോ നമ്മള് വെറുതെ ചബി പോയില്ലോ അതുകൊണ്ട് പോവണ്ടാന്ന്. പക്ഷെ നിങ്ങളുടെ ഇതിലുള്ള ആ സീരിയലിലുള്ള ആരെ കണ്ടാലും നമുക്ക് ഇവരെ ഞാൻ ഇന്നലെ കണ്ടല്ലോ പോയല്ലേ ഉള്ളൂ എന്ന് തോന്നാം. ഫ്രണ്ട്ഷിപ്സില് ഇപ്പൊ നമ്മുടെ ആണെങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ചിലരൊക്കെ ഇങ്ങനെ പിന്നീന്ന് കുത്താനായിട്ട് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരൊന്നും നമുക്കൊരു പ്രശ്നം വന്നേന് അത് നീ എങ്ങനെയാന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്ത് അവര് സേഫ് ആയിട്ട് നിൽക്കുക, ഒരാൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ചേച്ചിക്ക്. എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയായിട്ട് എനിക്ക് കേട്ടപ്പോ തന്നെ പാവം തോന്നി. അയ്യോടാ ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നാലും നമ്മൾ ചാടി. അപ്പൊ ഇത് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഇവര് പറയുന്നത് മാത്രമല്ല, ജെനുവിൻലി ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് നമുക്ക് തെളിയിക്കാനും കൂടെ പറ്റിയ. പിന്നെ ഫാമിലി പരമായിട്ടും ഞങ്ങള് നല്ല ഇതാണ്. ചേച്ചിയുടെ പപ്പയും മമ്മിയും മോനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇതായിട്ടൊക്കെ ഇപ്പൊ ഞാൻ അമ്മച്ചിയും പപ്പയും അവിടെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് വന്നാൽ എന്റെ മോനുണ്ടെങ്കിൽ എനിക്ക് സുഖാണ്. അവന്റെ കാര്യങ്ങളെല്ലാം അമ്മച്ചി നോക്കിക്കോളും. നമ്മുടെ അമ്മ നോക്കുന്ന പോലെ മദർ ഫീലിംഗ്. അത് നിങ്ങൾ ശരിക്കും ഒരു ഫാമിലിയാണ്, അല്ല അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് സോ സ്വീറ്റ് അബൌട്ട് മഞ്ജു ചേച്ചി. ഇനി നമ്മൾ ഈ സീരിയലില് സിനിമയിലൊക്കെ സിനിമയിൽ അഭിനയിച്ചു, സീരിയലിലും അതിന് മുന്നേ ഇപ്പൊ ഈ പറയുന്ന പോലെ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ചേച്ചി വലിയ വലിയ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമകളിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വലിയ വലിയ ഷോസിന് പോകുന്ന സമയത്തോ ആരെങ്കിലും എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അതായത് ഇങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ സീരിയലിൽ അഭിനയിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നവരല്ലേ? അതൊരു കുറച്ച് കാണുക എന്ന് വെച്ചാൽ സ്കിറ്റ് ചെയ്യുന്നവരൊക്കെ സിനിമയിൽ നിങ്ങൾ പെർഫോം ചെയ്യുവോ? അതൊക്കെ നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നവരല്ലേ? അവരെ ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റാർ ആയിട്ടുള്ള അറിയുന്നവരെങ്കിലും എടുത്താൽ അങ്ങനെയൊക്കെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേച്ചിയുടെ തന്നെ അനുഭവത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പറഞ്ഞതായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ഇപ്പം മെഗാ സീരിയലൊക്കെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്കുള്ള എൻട്രി നമ്മളെ വിളിക്കല് കുറയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സിറ്റ്കോം ആയതുകൊണ്ടായിരിക്കാം ഇപ്പം സത്യൻ സാറും ഇവരൊക്കെ ഇപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോഴും അവര് പറയുന്നുണ്ട് മെഗാ സീരിയലൊന്നും പോയി ജോയിൻ ചെയ്യണ്ട, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിളിക്കാതാകും എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കാര്യം ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ ഇപ്പൊ നിങ്ങൾ കോമഡി ചെയ്യുന്ന ആളല്ലേ അങ്ങ് നമ്മളെ അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു കാര്യം നമ്മളെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടോ? എനിക്കത് എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ജിത്തു സാറ് പറഞ്ഞതും സാറ് കോമഡി എന്നല്ലേ നമ്മളെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ കുറച്ച് ഡയറക്ടേഴ്സിനെയും വളരെ അങ്ങനെയുള്ള ആളുകളെല്ലാം എനിക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരിൽ നിന്നൊന്നും എനിക്കിത് ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ ചെയ്ത ആരംഭം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിത മാഡം 25 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ അതിന്റെ ഡയറക്ടർ എന്റെ അടുത്ത് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു, വൈഫ് പറഞ്ഞ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും വൈഫിനല്ല സൗമ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ കാണണമെന്ന് തോന്നിച്ചെന്ന് പറഞ്ഞ ചാളിയൻസ് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ രീതിക്ക് തോന്നിച്ചിട്ടില്ല. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത ഒരു കാര്യം കൂടെ ചോദിക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മളിപ്പൊ നേരത്തെ ഫിനാൻഷ്യലി നമ്മുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. പേയ്മെന്റ് ഇപ്പൊ മൂവീസിൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇപ്പൊ ബിഗിനേഴ്സിനും സ്കിറ്റ് ചെയ്യുന്നവർക്കും ഓരോരുത്തർക്കും ഡിഫറെന്റ് പേയ്മെന്റ് ആയിരിക്കും. അപ്പൊ ചില ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, നമ്മൾ പേയ്മെന്റ് ഒന്നും ഇനീഷ്യലി നമുക്ക് തരികയില്ല. ലൈക്ക് നമ്മളിപ്പോ വലിയ വലിയ ഷോസ് ചെയ്ത ഒരു ആങ്കർ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, നമ്മളോട് പേയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക, ചിലപ്പോൾ പൈസ തരൂല, പിന്നെ നമ്മൾ അതും ചോദിച്ച് അവരുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടണം. ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ 5000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതുപോലും അവര് തരില്ല. നമ്മളെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു കാര്യം ഇപ്പൊ ഒരാളല്ല 2-3 പേര് ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവരുടെ തന്നെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടോ? ഇത് പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? എനിക്ക് ഇത്രയും നാളും പ്രോഗ്രാം ചെയ്തിട്ടും സ്റ്റേജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചാനലിൽ ചെയ്യാറുണ്ട്, വളിയൻസിലായിക്കോട്ടെ അല്ലെങ്കിൽ സിനിമ, എനിക്ക് ഇതുവരെ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് എല്ലായിടത്തുനിന്നും എനിക്ക് പേയ്മെന്റ്
നമ്മൾ ചാനലിൽ ചെയ്യുന്നത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ വരാറുണ്ട്. സ്റ്റേജിലാണെങ്കിലും വരാറുണ്ട്. ഇപ്പൊ സിനിമയ്ക്കാണെങ്കിൽ പോലും കുറച്ച് പൈസ അവർ പറയും ഡബിങ്ങിന്റെ സമയത്ത് തരാന്ന് പറയും. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഒരുപാട് അങ്ങനെ കിട്ടാത്ത അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പേയ്മെന്റ് കറക്റ്റ് എനിക്ക് എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലപ്പം നമ്മൾ പോകുന്ന ചില ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ചില ആളുകളൊക്കെ പറ്റിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ദിവസങ്ങൾ അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ സംഭവിക്കുന്നതാണ്. ചിലപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരണമൊക്കെ വന്ന് അങ്ങനെയൊക്കെ പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ മാത്രമാണ് നമുക്ക് അങ്ങനെ പൈസ അത് നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ. സിറ്റുവേഷൻ ആണ്. നമ്മൾ വേണ്ട, നമ്മൾ തിരിച്ചു പോരും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരാൾ പറ്റിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷെ നമ്മുടെ ഈ ആർട്ട് ഫോമിനെ ജനറൽ ആയിട്ട് ചോദിക്കാം, ഈ ആർട്ട് ഫോംസ് ചെയ്യുന്ന പലവരെയും ബിഗിനർ സ്റ്റേജിൽ മിസ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മിസ്യൂസ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി അത് നിങ്ങൾ ബിഗിനർ അല്ലേ, നമുക്ക് ഇപ്പൊ എന്താ കുറച്ച് ഫ്രീ ആയിട്ട് 2-3 ചെയ്യണം, ഫ്രീ ആയിട്ട് ഒരുപാടുണ്ട്. അതൊക്കെ ശരിക്കും ആ ഒരു കാര്യത്തോട് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട് എന്താ? കാരണം ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് കോണ്ടന്റ് ക്രിയേഷൻ അല്ല, ചേച്ചിയും കുറെ റീൽസ് ഒക്കെ ചെയ്ത് ഞാൻ കാണാറുണ്ട്. അപ്പൊ നമുക്കിപ്പോ വരുന്ന പ്രൊമോഷൻസ് ആയിക്കോട്ടെ പല കാര്യങ്ങളും അവര് നമുക്കിപ്പോ ഒരു മിനിമം വ്യൂസ് ഉണ്ടെങ്കിൽ പോലും 1000 പോലും എത്താന്ന് പറഞ്ഞ ഒരു 1000 എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ക്രൗഡാ. പക്ഷെ അതുപോലും ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ വന്നിട്ട് അത് നിങ്ങൾ ഇപ്പൊ നമ്മൾ തൽക്കാലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് തരാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ ആ ഒരു വീഡിയോ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ചിലപ്പോ നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ ഇപ്പൊ നമുക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളും അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ അത് യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ പേയ്മെന്റ് പറയുമ്പോ അവർക്കത് പ്രശ്നമാവും. അത് നിങ്ങൾ പേയ്മെന്റ് ചോദിച്ചാൽ എന്തിനാ നമ്മൾ ഫ്രീ ആയിട്ട്, അത് നമ്മൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അങ്ങനെ ഒരു കാര്യം ശരിക്കും ഉണ്ട് ജനറലി. ഇപ്പൊ ഏത് ഫീൽഡ് എടുത്ത് നോക്കിയാലും അങ്ങനെ. പക്ഷെ അങ്ങനെ ആൾക്കാർ യൂസ് ചെയ്യുന്നതിനോട് ചേച്ചിന്റെ ഒരു കാഴ്ചപ്പാട് അത് ഭയങ്കര മോശമല്ലേ. ഇപ്പൊ നമ്മള് ഞങ്ങളുടെയൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓപ്ഷൻസ് കുറവായിരുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് സൗമ്യനെ വിളിച്ചില്ലെങ്കിൽ അഞ്ജനനെ വിളിക്കാം, അഞ്ജനനെ വിളിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ സൗമ്യനെ വിളിച്ചിട്ട് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ അതല്ലേ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാള് ആദ്യമൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറയും. ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പേയ്മെന്റ് ചോദിക്കുമ്പോൾ അയാളെ പാടെ കട്ട് ചെയ്തിട്ട് അടുത്ത ആൾ. ഓപ്ഷൻസ് ഇപ്പൊ കൂടുതലല്ലേ. അതാണ് മെയിൻ കാരണം. കാരണം ഒന്നില്ലെങ്കിൽ അടുത്ത ആളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ കോമഡി ഷോയ്ക്ക് പോകുന്നില്ലേ, വേണ്ട, അടുത്ത ആളുണ്ട്. അപ്പൊ എനിക്ക് ചിലപ്പോ തരുന്നത് ഒരു ഉദാഹരണത്തിന് 10,000 രൂപയാണെങ്കിൽ 2,000 രൂപയ്ക്കും 1,000 രൂപയ്ക്കും 3,000 രൂപയ്ക്കൊക്കെ ചെയ്യാൻ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് പ്രോഗ്രാം നടന്നാ മതി. അതാണ്. അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച വാല്യൂ ഒന്നും അവിടെ പ്രശ്നം അവർക്ക് ഇതല്ല. കാര്യങ്ങൾ കണ്ടാ മതി ഇപ്പൊ എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും നമ്മളെല്ലാരും കഷ്ടപ്പെടുന്നവരല്ലേ. ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പം റീൽസ് ചെയ്യുന്നവരാണല്ലോ അത്രയും സമയം അവർ അതിനു വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തായാലും അവർക്ക് കൊടുക്കണ്ടേ. ശരിയാണ്. എന്നുവെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് മാത്രമേ ഇവര് ബാർഗെയിൻ ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും ചോദിച്ചാൽ ഇവര് കൊടുക്കും. എത്ര വേണേലും കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ അടുത്ത് ഇവര് 1,000 കുറക്കൂ, 2,000 കുറക്കും, ഇങ്ങനെ ചോദിക്കും. അത് എല്ലായിടത്തും ഉള്ള. എത്ര ബിഗിനർ ആണെങ്കിലും അവര് ചെയ്യുന്ന ഒരു കാര്യത്തിന് പേ ചെയ്യണം. അത് എന്നുവെച്ചാൽ അവരുടെ സമയവും അവരുടെ എഫേർട്ടും ഒക്കെ അല്ലേ അതിന് വേണ്ടിട്ട് എടുക്കുന്നത്. അപ്പൊ എന്തായാലും അവർക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. എല്ലാരും ആവശ്യക്കാരല്ലേ. എല്ലാരും എന്തെങ്കിലുമൊക്കെ വേണ്ടിട്ടല്ലേ വരുന്നത്. പിന്നെ ചിലർക്ക് ഫേമസ് ആയാൽ മാത്രം മതി എന്നായിരിക്കും ആഗ്രഹം, ചിലർക്ക് സാമ്പത്തികമായിരിക്കും. അപ്പൊ അത് കൊടുക്കേണ്ട തന്നെയാണ്. ചേച്ചിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അത് തെറ്റിച്ച് പറയണേ, ഒട്ടും ഇഷ്ടമല്ലാത്ത ഫുഡ് പറഞ്ഞേ. തെറ്റിച്ചാണ് പറയുന്നത്. ഇഷ്ടമില്ലാത്തതോ? ഇഷ്ടമുള്ള ഫുഡ്. ഇഷ്ടമുള്ളത് ചോറ്. അത് ശരിക്കും ഇഷ്ടമാണോ? ശരിക്കും ഇഷ്ടം. അത് ശരിക്കും ഇഷ്ടമല്ല, തെറ്റിച്ച് പറ. ചേച്ചിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുമ്പോ തെറ്റിച്ച് പറയണ ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ്. അയ്യോ, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. എനിക്ക് അയ്യോ എനിക്ക് അങ്ങനെ ഇല്ല. അത് വിട്ടേക്ക്. ആണോ? എല്ലാ ഫുഡും ഇഷ്ടമാണല്ലേ? എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്ത ഫുഡൊന്നുമില്ല, ഞാൻ എല്ലാം കഴിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? സത്യമായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, എന്നിട്ടാണോ ഇത്ര എനർജി? അല്ല, ഞാൻ പൊതുവെ വീട്ടിലിരിക്കുമ്പോ അങ്ങനെ രാവിലെ കഴിക്കല് കുറവാണേ. എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും കുറച്ച് വണ്ണം കുറയട്ടെ എന്നുവെച്ചാൽ ലൊക്കേഷനിലൊക്കെ പോകുമ്പോ നമ്മള് കൃത്യ സമയത്ത് കഴിക്കുമല്ലോ. വീട്ടിലാണെങ്കിലല്ലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിക്കല് ഭയങ്കര കുറവാണ്.
ചേച്ചീനെ കാണാൻ ഭയങ്കര ഭംഗിയാന്ന് എല്ലാരും പറയാറുണ്ട്. ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലെ? തെറ്റിച്ചല്ലേ കഷ്ടമല്ലേ? പറയുന്നത്? തെറ്റിച്ചല്ലേ? ഇതുവരെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അത്ര അയ്യോ. എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആണോ? ചേച്ചി ഒരു സ്ഥലത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പൈനാപ്പിൾ ബിരിയാണിയിൽ ഇടുന്നത് ശരിയല്ലാന്ന്. പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ പറഞ്ഞിട്ടുണ്ട്. അത് ഇടുന്ന ഒട്ടും ശരിയല്ല. അതെന്താ കുറച്ച് ചേച്ചി? ആപ്പിളും മുന്തിരിങ്ങയൊക്കെ അരിഞ്ഞിട്ട് നോക്ക്, ഭയങ്കര രസമായിരിക്കും. ഈ പൈനാപ്പിളിന് പൈനാപ്പിൾ പകരം മാറ്റിയിട്ട്. ഇനി അടുത്ത ആരെങ്കിലും ട്രൈ ചെയ്യണം അല്ലേ? മുന്തിരി, ആപ്പിള്, ഓറഞ്ച് അതൊക്കെ ഇട്ട് നോക്ക്. ഒക്കെ വേറൊരു ഫ്ലേവർ ആയിരിക്കും. ട്രൈ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലാതെ ഇത് കഴിയാറായില്ലേ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കോമഡി മാസ്റ്റേഴ്സിൽ ഇനി പോവാൻ ഒരു സ്കെഡ്യൂൾ ഉണ്ടെങ്കിൽ ചേച്ചി പോവില്ല? പോകും. അത് ഞാൻ ചേച്ചിക്ക് പോസിറ്റീവ് ആയിട്ട് തന്നതാ. കോമഡി വിട്ടുള്ള ഒരു കളിയില്ല എനിക്ക്. അതാണ് എന്റെ ഒരു ഇതല്ലേ, ഒരു നമ്മുടെ ഒരു തട്ടകം അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറെ നാളുകളായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ അളിയൻസിന്റെ ഡേറ്റിൽ തന്നെ വരും. അപ്പൊ അവിടുന്ന് നമുക്ക് വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വിളിച്ചാ പോകും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സീരിയലിലെ മറ്റേ മോളായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ആ കുട്ടീനെ ഒട്ടും ഇഷ്ടമല്ല. നല്ല ഇഷ്ടമാണ് അവളെ. പാവ. അവള് മാത്രല്ല, മുത്തുണ്ട്. മുത്ത് തക്കുടും മഞ്ജു ചേച്ചിയുടെ ക്ലീറ്റോടെ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, നല്ലു സയ്യും. എല്ലാവരും എന്ന് വെച്ചാൽ അവരൊക്കെ നല്ല പൊന്നുപോലത്തെ പിള്ളേരാണ്. നമ്മുടെ മക്കളെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്നവരാണ് ഇവര് 4 പേര്. ഇവർക്ക് ഇതിപ്പോ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ, ഈ പ്രായത്തിലൊക്കെ ഇവർ ഇത്രയും നാച്ചുറൽ ആയിട്ട്, ശരിക്കും ഈ പിള്ളേരെ നിങ്ങൾ എവിടെ നിന്നാണ് ഫൈൻഡ് ചെയ്തത്? അളിയൻസിൽ ഞാൻ വരുന്ന സമയം തന്നെ മുത്തുണ്ട്. അന്ന് അവള് തക്കിളിയാണ്. അളിയൻസ് അമൃത ടിവിയിൽ ഇറങ്ങിയ സമയത്തല്ലേ. അത് കഴിഞ്ഞ് അതിനുശേഷമാണ് നല്ലു വന്നത്, എന്റെ മൂത്ത മോളായിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ അവളെ ദത്തെടുത്തതായിട്ടായിരുന്നു അമൃത ടിവി. പിന്നെ നമ്മൾ കൗമുദിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 2 പിള്ളേരായത്. അപ്പൊ നല്ലുവിന്റെ തന്നെ അനിയത്തിയും സ്ഥിരം ലൊക്കേഷനിൽ വരും. അങ്ങനെയാണ് അവളെയും കൂടെ എടുത്തത്. അപ്പൊ പിന്നെ അതിന് ശേഷമാണ് തക്കുടുമായിട്ട് നമുക്കൊരു കുഞ്ഞൊരു മോനായിരുന്നു, ചെറിയ മോനെ. പിന്നെ അവന് ഇച്ചിരി ചെറുതല്ലേ, അപ്പൊ ലൊക്കേഷനൊക്കെ കരച്ചിലും ഒക്കെ ആയ സമയത്താണ് നമ്മൾ ഇപ്പോഴത്തെ തക്കുടുവിനെ നമ്മള് സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മള് നല്ലൂനൊക്കെ ഓഡിഷൻ വഴിയൊക്കെ തന്നെയായിരുന്നു നമ്മൾ എടുത്തത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുത്തൊക്കെ എന്തിനാ നമ്മള് വീട്ടില് നമ്മുടെ ഇപ്പൊ ഓരോ സ്ഥലത്ത് പോവാൻ വേണ്ടി മഞ്ജു ചേച്ചിനോട് വാശി പിടിച്ച് ചോദിക്കുന്നതും, ഈ അമ്മ മോള് തമ്മിലുള്ള അടി ഉണ്ടല്ലോ, അതെല്ലാ വീട്ടിലും നടക്കുന്നത്. അത് തന്നെ എല്ലാരും ആ ഏജിലുള്ള ഒരു അമ്മയും മോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും മോള് നിങ്ങളെ പോലെയാണ് കേട്ടാ എന്ന് പറയും. പിന്നെ വെച്ചാൽ അവൾക്കുള്ളൊരു പ്രത്യേകത വെച്ചാൽ അവള് നമ്മളെ അങ്ങനെ അല്ലെ തന്നെ മാമിന്ന് അവള് വിളിക്കുന്നത്. വന്ന കാലം തൊട്ടേ അവൾ അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഇപ്പൊ അനുഷേട്ടനാണെങ്കിൽ മാമാന്നും, ക്ലീറ്റോ ഡാഡി, അങ്ങനെ തന്നെയാണ് അവൾ വിളിക്കുന്നത്. അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ബോണ്ടിങ് ആണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഈസിയാണ് അവളുടെ കൂടെ ഒക്കെ ഒരു സീൻ ചെയ്യാനൊക്കെ. നമുക്ക് ഒരു സ്ട്രെയിനും ഇല്ല, പെട്ടെന്ന് നമുക്ക് ആ സീനുകളൊക്കെ കഴിയും. അത്രയും ബോണ്ടിങ് ആയത്. അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഈ ബോണ്ടുകളെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ മഞ്ജു ചേച്ചിനെ വിളിച്ചു, നിങ്ങൾ എല്ലാവരുമായിട്ട് ക്ലീറ്റോ ചേട്ടനും എല്ലാവരുമായിട്ടുള്ള ഈ ബോണ്ട് ശരിക്കും നിങ്ങൾ തമ്മിൽ ഇത്രയും ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ആ സീരിയൽ വർക്ക്ഔട്ട് ആയേ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഇത്രയും നാച്ചുറൽ ആയിട്ട് എല്ലാ ജനങ്ങളും ഒരേപോലെ അതിന് പോസിറ്റീവ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊരു മനഃപൂർവ്വം ഒരു നെഗറ്റീവ് കമന്റ് ആരും ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ക്രിറ്റിസിസംസ് ആണ് പറയുന്നത്, ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അതങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിട്ട് എല്ലാവരും അതിന് ഭയങ്കര പോസിറ്റീവ് ആയിട്ട്. നമ്മൾ ആരെങ്കിലും ഒക്കെ മനസ്സിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഇതിന്റെ വരും. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമുദി പോലത്തെ ഒരു ചാനലാണ്. കൗമുദിയില് നമ്മള് ഒരു സ്ട്രെയിനും അവര് നമുക്ക് തരാറില്ല. ഇങ്ങനെ ഇത്രയും എപ്പിസോഡുകൾ നിങ്ങൾ ഷൂട്ട് ചെയ്യും അങ്ങനെ അതൊന്നും നമ്മൾ അറിയാറ് പോലും ഇല്ല. ഇപ്പൊ വേറുള്ള സീരിയലിലൊക്കെ ആണെങ്കിൽ വ്യാഴാഴ്ചക്ക് ആവാനായിട്ടൊക്കെ റേറ്റിംഗ് ഒക്കെ നോക്കാം. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രഷറും ചാനലിന്റെ ഭാഗത്തുനിന്നും നമുക്കില്ല. അപ്പൊ അത്രയും നല്ലൊരു ചാനലില് നമ്മള് അങ്ങനത്തെ ഒരു പ്രൊജക്ട് വന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതെ. അപ്പം എന്തായാലും ചേച്ചി ഇനിയും അടുത്തടുത്ത എപ്പിസോഡുകൾ വരാനും ഇപ്പൊ ഈ പറഞ്ഞാലും മുത്തിന്റെ ബാക്കി അറിയാനൊക്കെ ഞങ്ങള് വെയിറ്റ് ആണ്. ഇപ്പൊ ഒരു പയ്യനായിട്ടുള്ള നിൽക്കുവാണല്ലോ. അപ്പൊ അതിന്റെ ഒക്കെ ബാക്കി സമ്മതിക്കില്ല. പക്ഷെ
എന്താ ചേച്ചി പാവ പിള്ളേരല്ലേ. അതെ, അതെ. അപ്പൊ എന്താ ഇവർക്ക് അറിയാൻ എന്താണ് ഇനി വരുന്നതെന്നൊക്കെ അറിയാൻ ഞങ്ങളും ഭയങ്കര ക്യൂരിയസ് ആണ്. ഇനിയും അതെ, എപ്പിസോഡുകളും അലയൻസിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ആളുകളും ഒക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. ആ അപ്പം പയ്യനൊക്കെ ഇപ്പൊ പിന്നെ വന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേച്ചിയുടെയും ഇനി ഒരുപാട് വർക്ക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കൊക്കെ ആയിട്ട് ഒരു സിനിമ വരട്ടെ. അതെ. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു. അപ്പൊ Thank you. എല്ലാവരും അളിയൻസ് ഇങ്ങനെ ഇപ്പൊ വാപ്പ കണ്ടിട്ടാണ് കണ്ടതെന്ന് അതെ, അതെ, പറഞ്ഞില്ലേ, അതെ, അതെ. ഇനി എവിടെയെങ്കിലും പോയിരിക്കുമ്പം ഞാൻ കാണുന്ന കാണണം, കണ്ടിട്ട് വേറെയുള്ളവരെ കാണിക്കണം, നല്ല അതെ, ശീലം. അങ്ങനെ 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 അതെ. കണ്ടിട്ട് ഇങ്ങനെ കുറേ നാളുകൾ മുന്നോട്ട് പോട്ടെ എന്ന് അതെ. തന്നെയാണ് ആഗ്രഹം. താങ്ക് യു ചേച്ചി. എന്തായാലും താങ്ക് താങ്ക് യു. യു, താങ്ക് ഒരുപാട് യു. സന്തോഷം. താങ്ക് യു.